ഈ പുഴുങ്ങിയ മുട്ടയൊക്കെ കണ്ടിട്ട് എന്തോ കഴിക്കാനുള്ള ഐറ്റം ഉണ്ടാക്കാൻ പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫുഡ് വീഡിയോ ഒന്നുമല്ല. എലിയെ പേടിച്ച് ഇല്ലം ചൂടുക എന്നുള്ള പഴങ്കഥ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് എലിയൊന്നുമല്ല, നമ്മൾ കോക്രോച്ച് പാറ്റ എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇത്തിരി ഉള്ളെങ്കിലും ഇത് വീട്ടിലൊക്കെ അധികമായി കഴിഞ്ഞാൽ വല്ലാത്തൊരു ശല്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനെ തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ഒരു ടിപ്പ് കണ്ടാലോ. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള എഗ്ഗ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ പ്രഷർ കുക്കറിലാവുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ബോയിലായി കിട്ടും. അപ്പോൾ ഞാനിത് ഈ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മരുന്ന് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സംഭവമാണ്, ബോറിക് ആസിഡ് പൗഡർ. ഇത് ഞാൻ ഗ്രോസറിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒരുവിധം എല്ലാ ഗ്രോസറി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. കോക്രോച്ചിൻ്റെ ശല്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പ്രവാസികളൊക്കെ ആയിരിക്കും. അപ്പോൾ വൃത്തിയുള്ള സാഹചര്യങ്ങൾ, വൃത്തിയില്ലാത്ത സാഹചര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ ഒരു പാറ്റ എങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ താമസിക്കുന്നവർ, ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ അത്രയും അടുത്തടുത്ത് താമസിക്കുന്നവർ, അതുപോലെ തന്നെ ഗാർബേജ് ഒക്കെ നമ്മുടെ റൂമിൻ്റെ ഒക്കെ അടുത്തായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര വൃത്തിയാക്കി ഇട്ടാലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഈ ഒരു സംഭവം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം റൂമും അതുപോലെ പരിസരങ്ങളും വൃത്തിയാക്കി ഇട്ടാൽ പോലും ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ഇതവസ്ഥ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാം. ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് ഇടുന്ന സമയങ്ങളിലോ അതുപോലെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്തിട്ടാൽ അതുവഴിയൊക്കെ കയറി വരാം. അപ്പോൾ നമ്മളെ വൃത്തിയുടെ സാഹചര്യം മാത്രമല്ല ഈ ഒരു പാറ്റയും ഇതൊക്കെ കൂടുതലായിട്ട് വരാനുള്ളൊരു കാരണം. ബോയിൽ ചെയ്തിട്ടുള്ള എഗ്ഗിൻ്റെ വൈറ്റ് പാർട്ട് നമുക്ക് ആവശ്യമില്ല, യെല്ലോ പാർട്ട് മാത്രമാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആ ഒരു യെല്ലോ ഭാഗം മാത്രം മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു യെല്ലോ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പൊടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിലിട്ടിട്ടോ അങ്ങനെയൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്താൽ തന്നെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് വേറെ കെമിക്കലൊന്നും ചേർക്കാത്തത് കൊണ്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഞാനിത് ത്രൂ ഔട്ടും ഈ ഒരു കൈ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. സ്കിന്നിന് ഏതെങ്കിലും തരത്തിൽ അലർജി ഉള്ളവരാണെങ്കിൽ നമ്മളിതിൽ ബോറിക് ആസിഡ് പൗഡറൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെ ഈ എഗ്ഗ് പൊടിച്ചതും ഈ ഒരു ബോറിക് പൗഡറും ഈക്വൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് എടുക്കണത് കേട്ടോ. എഗ്ഗ് യോക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ ഈ ഒരു ബോറിക് ആസിഡ് പൗഡർ നമ്മൾ എടുക്കുക. ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലൊന്നും യൂസ് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓയിലിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള പൗഡറിലേക്ക് നമ്മൾ ഈ ഒരു ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ നമ്മൾ ഗോതമ്പ് മാവും ഒക്കെ കുഴച്ചെടുക്കാനായിട്ട് എടുക്കുന്ന ഒരു പരിവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടി ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നല്ല രീതിക്ക് എല്ലാം കൂടി മിക്സാക്കി കൊടുത്താൽ നമുക്ക് ഏകദേശം ഒരു ബോളാക്കാനുള്ള, ഒരു ചെറിയ ബോളൊക്കെ ആക്കി എടുക്കാനുള്ള ഒരു പരുവത്തിലാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ഓയിലൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൂടുതലാക്കി കഴിഞ്ഞാൽ വല്ലാതെ ലൂസായി പോവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കയ്യിലെടുക്കുമ്പോൾ ബോളാക്കി എടുക്കാൻ പറ്റണം. ഇതുപോലെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാക്കി എടുക്കുക കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരിക്കാൻ പറ്റുന്ന മുക്കിലും മൂലയിലൊക്കെ ആയിരിക്കും സാധാരണ ഈ ഒരു പാറ്റനെ കാണാറുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു സ്ലാബുകൾ, അങ്ങനെയുള്ള കോർണറുകൾ, അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സംഭവം ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുള്ള വീടൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതിലൊന്നും ചെയ്യരുത്. അവർക്ക് കാണുന്ന വിധത്തിലൊന്നും ഇത് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കൗതുകത്തിൽ ഇത് കയ്യിലൊക്കെ ആക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി പാറ്റ ശല്യമുള്ളവരൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. കോക്രോച്ചിൻ്റെ ശല്യമൊന്നും ഇല്ലെങ്കിലും എല്ലാ വീടുകളിലും ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിനെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള വീടുകളിലുള്ളവരൊക്കെ ചെയ്യുമ്പോൾ സേഫായിട്ട് തന്നെ ചെയ്യുക. ഒരു 1 വീക്കിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു മരുന്ന് എഫക്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.